ഫിനിക്സ് ഫ്രണ്ട്സ് എൻ്റർടൈൻമെൻറ്റിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ത്യ ന്യൂസിലാൻഡ് ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് 4 വിക്കറ്റിൻ്റെ തകർപ്പൻ വിജയം. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ പ്ലേയിങ് 11 പോവാം. ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ വൈസ് ക്യാപ്റ്റൻ, KL രാഹുൽ വിക്കറ്റ് കീപ്പർ, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ, ഹർഷിത് റാണ, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് 50 ഓവറിൽ 8 വിക്കറ്റിന് 300 റൺസ് നേടി. അവരുടെ ഓപ്പണർമാരുടെ മികച്ച പ്രകടനം. കോൺവേ 56, ഹെൻറി 62, ഡാരി മിച്ചൽ 84. അങ്ങനെ അവർ 50 ഓവറിൽ 8 വിക്കറ്റിന് 300 റൺസ്. ഇന്ത്യൻ ബൗളിംഗ് നിലയിൽ സിറാജ് 8 ഓവർ 42, ഹർഷിത് റാണ 10 ഓവർ 65, പ്രസിദ്ധ് കൃഷ്ണ 9 ഓവറിൽ 62, കുൽദീപ് യാദവ് 9 ഓവറിൽ 52 എന്നിങ്ങനെയായിരുന്നു ഇന്ത്യൻ ബൗളിംഗ് നിലയിൽ. അങ്ങനെ 50 ഓവറിൽ 308 എന്ന നിലയിൽ. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യയുടെ തുടക്കം മോശമില്ലാത്തതായിരുന്നു. രോഹിത് ശർമ്മ 56, ഗില്ല് 56, കോഹ്ലി 93 റൺസ്. അങ്ങനെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ 28,000 റൺസ് കോഹ്ലി കടന്നിട്ടുണ്ട്. സച്ചിനാണ് ഏറ്റവും കൂടുതൽ റൺസ്, 34,357. കോഹ്ലി രണ്ടാം സ്ഥാനം 28,017. സാങ്കക്കര 28,006 എന്നിങ്ങനെയാണ്. അപ്പം ഇന്ത്യൻ നിലയിൽ ശ്രേയസ് അയ്യർ 49 റണ്ണ്, KL രാഹുൽ നോട്ട് ഔട്ട് 29, ഹർഷിത് റാണ 29 എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ മറ്റു ബാറ്റ്സ്മാൻമാർ സ്കോർ ചെയ്തത്. അപ്പം അങ്ങനെ ഇന്ത്യ 50 ഓവറിൽ 6 വിക്കറ്റിന് 306 റൺസാണ് ഇന്ത്യ കരസ്ഥമാക്കിയത്. അപ്പം വിന്നിംഗ് ഷോട്ട് വായിച്ച് നമ്മുടെ KL രാഹുലാണ്. ഇടയ്ക്ക് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കളി പോകുമോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ റാണയും KL രാഹുലും ശ്രേയസ് അയ്യരും ഒക്കെ നല്ല രീതിയിൽ ബാറ്റ് വീശിച്ചുകൊണ്ട് ഇന്ത്യക്ക് 4 വിക്കറ്റിൻ്റെ വിജയം ഇന്ത്യ കരസ്ഥമാക്കി. കോഹ്ലിയുടെ മികച്ച പ്രകടനം. ഗില്ല് തട്ടിമുട്ടിയാണെങ്കിലും പിന്നെ പെട്ടെന്ന് സ്കോർ ചെയ്ത് 56 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് 4 വിക്കറ്റിൻ്റെ വിജയം ഇന്ത്യ കരസ്ഥമാക്കിയിട്ടുണ്ട്. ബാറ്റ്സ്മാൻമാരും ബൗളർമാരെല്ലാം മികച്ച പ്രകടനമാണ് മിക്കവരും കാഴ്ചവെച്ചത്. എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് നമ്മുടെ വാഷിംഗ്ടൺ സുന്ദർ. എല്ലാ ഫോർമാറ്റിലും ടീമിലുണ്ട്. എന്തിനാണെന്നറിയില്ല. കാരണം ബാറ്റിങ്ങിലാണോ ബൗളിങ്ങിലാണോ ഒരു പ്രകടനം, നല്ല പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല ഒരു ഫോർമാറ്റിലും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബൈ.